ഹിസ്ബുള്ളയ്ക്ക് പിഴച്ചത് എന്ന് അന്വേഷിക്കുന്നതിനേക്കാൾ നല്ലത് എവിടം മുതലാണ് ഇസ്രയേൽ കൂടുതൽ ജാഗ്രത പാലിക്കാൻ തുടങ്ങിയത് എന്ന് അന്വേഷിക്കുന്നതാകും നല്ലത്. ആ ജാഗ്രതയുടെ തെളിവാണ് പൊട്ടിത്തെറിച്ച പേജറുകളും വോക്കി ടോക്കികളും. ആരാണ് ഹിസ്ബുള്ള? വെറുമൊരു സംഘടനയോ അതോ പടത്തലവനോ എന്നാണ് ഇതിന്റെ ഉത്ഭവം? ഹിസ്ബുള്ളയുടെ ചരിത്രങ്ങളെക്കുറിച്ച് വിശദമായി അറിയാം. ലെബനനിലെ ആഭ്യന്തര യുദ്ധത്തിന് പിന്നാലെയാണ് ഹിസ്ബുള്ള ഉയർന്നു വരുന്നത്. 23 വർഷത്തെ ഫ്രഞ്ച് ഭരണത്തിനു ശേഷം 1943 ലെബനൻ സ്വാതന്ത്ര്യം നേടുന്നത്. പിന്നാലെ രാജ്യത്തിന്റെ പുതിയ നേതാക്കൾ ഒരു ദേശീയ ഉടമ്പടിയിലെത്തി. ഇതുപ്രകാരം രാജ്യത്തെ പ്രധാന മതവിഭാഗങ്ങൾക്കിടയിൽ അധികാരം വിഭജിക്കുന്ന ഒരു സർക്കാർ സംവിധാനം സൃഷ്ടിച്ചു. 1943 ലെബനന്റെ അലിഖിത ദേശീയ ഉടമ്പടി പ്രകാരം അതിന്റെ പ്രസിഡന്റ് മറോണൈറ്റ് ക്രിസ്ത്യാനിയും പാർലമെന്റ് സ്പീക്കർ ഷിയ മുസ്ലിമും പ്രധാനമന്ത്രി സുന്നി മുസ്ലിമും പാർലമെന്റിന്റെ ഡെപ്യൂട്ടി സ്പീക്കറും ഉപപ്രധാനമന്ത്രിയും ഗ്രീക്ക് ഓർത്തഡോക്സും ആയിരിക്കണം. ഈ വിഭാഗങ്ങൾക്കിടയിലെ പിരിമുറുക്കങ്ങളാണ് 1975 ആഭ്യന്തര യുദ്ധമായി പരിണമിച്ചത്. അക്കാലത്തെ പല ഘടകങ്ങളും രാജ്യത്തിന്റെ സന്തുലിതാവസ്ഥയെ തകിടം മറിച്ചിരുന്നു. പലസ്തീൻ അഭയാർത്ഥികളുടെ വരവോടെ സുന്നി ജനസംഖ്യ വർദ്ധിച്ചു. അതേസമയം ഷിയാകൾക്ക് കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്തു. ഇതെല്ലാം വിവിധ വിഭാഗങ്ങൾക്കിടയിൽ അസംതൃപ്തി വർദ്ധിപ്പിച്ചു. രാജ്യത്തെ പലസ്തീൻ സാന്നിധ്യത്തെക്കുറിച്ചുള്ള അതൃപ്തി തിളയ്ക്കുന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് 1975 ആഭ്യന്തര സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത്. ആഭ്യന്തര സംഘർഷങ്ങൾക്കിടയിൽ 1978 1982 ഇസ്രയേൽ സൈന്യം തെക്കൻ ലെബനൻ ആക്രമിച്ചു. ഇസ്രയേലിനെ ആക്രമിക്കാൻ ഈ പ്രദേശം തങ്ങളുടെ താവളമാക്കി ഉപയോഗിച്ച പലസ്തീൻ ഗറില്ലകളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. പരമ്പരാഗതമായി ലെബനനിലെ ഏറ്റവും ദുർബലമായ വിഭാഗമായിരുന്നു ഷിയ മുസ്ലിങ്ങൾ. മിതവാദികളും വലിയ തോതിൽ മതേതര നിലപാടുകളും സ്വീകരിച്ച അമാൽ പ്രസ്ഥാനമാണ് തുടക്കത്തിൽ ഷിയകൾക്കായി ശബ്ദമുയർത്തിയത്. ഷിയ ഭൂരിപക്ഷ രാജ്യമായ ഇറാനിലെ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നാലെ ഇറാൻ ഭരണകൂടത്തിന്റെ സ്വാധീനത്തിൽ ലെബനനിലെ ഒരു വിഭാഗം ഷിയാകൾ ഇസ്രയേൽ അധിനിവേശത്തിനെതിരെ ആയുധമെടുത്തു. അറബ് രാജ്യങ്ങളിൽ തങ്ങളുടെ സ്വാധീനം വിപുലീകരിക്കാനുള്ള അവസരമായി കണ്ട ഇറാൻ സർക്കാരും അവരുടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും വളർന്നു വരുന്ന തീവ്രവാദ സംഘത്തിന് ആയുധങ്ങളും പണവും പരിശീലനവും നൽകി. അവർ ദൈവത്തിന്റെ പാർട്ടി എന്നർത്ഥം വരുന്ന ഹിസ്ബുള്ള എന്ന പേര് സ്വീകരിച്ചു. ലെബനനിലെ ഇസ്രയേൽ ഇടപെടലുകൾ ചെറുത്ത് അവിടെ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ 1982 ഒരു കൂട്ടം ലെബനൻ ഷിയ പുരോഹിതന്മാർ ചേർന്നാണ് ഹിസ്ബുള്ളയ്ക്ക് രൂപം നൽകിയത്. ബിക്ക താഴ്വര, തെക്കൻ ലെബനൻ, തെക്കൻ ബെയ്റൂട്ട് എന്നിവിടങ്ങളിലെ ഷിയ പ്രദേശങ്ങളിലാണ് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രം. ഇറാനുമായി ചേർന്ന് പ്രവർത്തിച്ച അവർ അമാൽ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളിൽ അസംതൃപ്തരായ തീവ്ര നിലപാടുകളുള്ള യുവതലമുറയെ വലിയ തോതിൽ ആകർഷിച്ച് വലിയ ശക്തിയായി വളർന്നു. 1992 മുതൽ ഷിയ പുരോഹിതനായ ഷെയ്ഖ് ഹസൻ നസ്രള്ളയാണ് ഹിസ്ബുള്ളയെ നയിക്കുന്നത്. സംഘടനയെ രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റുന്നതിലും വലിയ പങ്കാണ് നസ്രള്ള വഹിച്ചത്. ഇറാനുമായും അതിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുമായും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന നസ്രള്ള ഇസ്രയേൽ വധിക്കുമെന്ന ഭയത്താൽ വർഷങ്ങളായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറില്ല. നിലവിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായതും ഏതെങ്കിലും രാജ്യത്തിന്റെ ഭാഗമല്ലാത്തതുമായ സൈനിക സേനയായാണ് ഹിസ്ബുള്ളയെ കണക്കാക്കുന്നത്. എല്ലാ കാലത്തും സംഘടനയ്ക്ക് വേണ്ട ധനസഹായവും സജ്ജീകരണവും നൽകുന്നത് ഇറാനാണ്. 20,000-നും 50,000-നും സായുധാംഗങ്ങൾ അവർക്കുണ്ടെന്നാണ് കണക്കുകളെങ്കിലും സംഘടനയിൽ 100,000 പേരുണ്ടെന്നാണ് ഹസൻ നസ്രള്ള അവകാശപ്പെടുന്നത്. പലരും മികച്ച ആയുധ പരിശീലനം ലഭിച്ചവരും സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്തവരുമാണ്. ഹിസ്ബുള്ളയുടെ സൈനിക ശക്തി സംബന്ധിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എങ്കിലും അവർക്ക് 1,20,000-നും 2,00,000 റോക്കറ്റുകളും മിസൈലുകളും ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിനേക്കാൾ അത്യാധുനിക ആയുധങ്ങൾ അവരുടെ പക്കലുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഇറാന്റെ പിന്തുണയും സഹായവും വേണ്ടുവോളം ഉള്ളതിനാൽ തന്നെ ഹിസ്ബുള്ളയുടെ വളർച്ച അതിവേഗത്തിലായിരുന്നു.
ഹിസ്ബുള്ള രൂപം കൊണ്ടതിന് ശേഷമുള്ള 1982-90 കാലഘട്ടത്തിൽ ലെബനനിലെ വിദേശ സാന്നിധ്യത്തിനെതിരെ വിവിധ ഗ്രൂപ്പുകൾ നിരവധി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. പിന്നീട് ഇതിൽ പലതും ഹിസ്ബുള്ളയുടെ അക്കൗണ്ടിലാണ് വന്നത്. 1983 ഏപ്രിലിൽ ബെയ്റൂട്ടിലെ അമേരിക്കൻ എംബസിക്ക് നേരെയായിരുന്നു ആദ്യത്തെ പ്രധാന ആക്രമണം. എംബസിയിലേക്ക് സ്ഫോടന വസ്തുക്കൾ നിറച്ച ട്രക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. 48 ജീവനക്കാരാണ് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തൊട്ടു പിന്നാലെ ആ വർഷം ഒക്ടോബറിൽ ബെയ്റൂട്ടിലെ US ഫ്രഞ്ച് സൈനികർ താമസിക്കുന്ന സൈനിക കെട്ടിടങ്ങൾക്ക് നേരെ നടത്തിയ ചാവേർ ബോംബാക്രമണമാണ് അവർക്ക് വലിയ കുപ്രസിദ്ധി നേടിക്കൊടുത്തത്. ബോംബാക്രമണത്തിൽ 300-ലധികം ഫ്രഞ്ച് അമേരിക്കൻ സമാധാന സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയുടെ സായുധ വിഭാഗമായ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പാണ് ബോംബാക്രമണം നടത്തിയത്. അമൽ മൂവ്മെന്റ് പോലുള്ള എതിരാളികളുമായുള്ള ഏറ്റുമുട്ടലുകളും വിദേശികൾക്കെതിരായ തുടർ ആക്രമണങ്ങളും തീവ്രവാദ പ്രസ്ഥാനത്തിന് പെട്ടെന്ന് തന്നെ വാർത്താ പ്രാധാന്യം നേടിക്കൊടുത്തു. ഇസ്രയേലിനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുകയും ലെബനനിലെ ആഭ്യന്തര യുദ്ധത്തിൽ പോരാടുകയും ചെയ്ത് അവർ വലിയ ശക്തിയായി വളർന്നു. തട്ടിക്കൊണ്ടുപോകലും ബോംബ് സ്ഫോടനങ്ങളും ഉൾപ്പെടെയുള്ള തീവ്രവാദ ആക്രമണങ്ങൾ തുടർന്നു. പ്രധാനമായും പാശ്ചാത്യരെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇത്തരം ആക്രമണങ്ങൾ. ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കാൻ നിർബന്ധിതരാക്കുന്ന തലത്തിലേക്ക് ഹിസ്ബുള്ളയുടെ ശക്തി വളർന്നു. മിഡിൽ ഈസ്റ്റിലുടനീളം സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച ഇറാൻ ആകട്ടെ ഹിസ്ബുള്ളയെ കരുവാക്കി ഷിയ അറബ് സുന്നി വിഭജനം ഫലപ്രദമാക്കി നടപ്പാക്കുകയും ചെയ്തു. ഒരു ഷിയ പ്രതിരോധ പ്രസ്ഥാനമായാണ് ഹിസ്ബുള്ള സ്വയം വിശേഷിപ്പിക്കുന്നത്. 1985-ലെ അവരുടെ മാനിഫെസ്റ്റോയിൽ പാശ്ചാത്യ ശക്തികളെ ലെബനനിൽ നിന്ന് പുറത്താക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ഇസ്രയേൽ ഭരണകൂടത്തെ നശിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. ഇറാന്റെ പരമോന്നത നേതാവിനോട് അവർ കൂറ് പ്രതിജ്ഞ ചെയ്യുന്നു. എന്നാൽ ആഭ്യന്തര യുദ്ധം അവസാനിച്ചതോടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം മാറി. ഇതോടെ ഹിസ്ബുള്ള തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിലും മാറ്റം വരുത്തി. 2009-ലെ പുതുക്കിയ മാനിഫെസ്റ്റോയിൽ ഇസ്രയേലിനെതിരായ ചെറുത്തുനിൽപ്പിനും ഇറാനോട് കൂറ് പുലർത്തുന്നതിനും ആഹ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷേ ലെബനനിൽ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്ന ലക്ഷ്യം അവരുപേക്ഷിച്ചു. ലെബനനിലെ ആഭ്യന്തര യുദ്ധം 1992-ൽ അവസാനിച്ചതിനു ശേഷം 128 സീറ്റുകളുള്ള അസംബ്ലിയിൽ 8 സീറ്റുകൾ നേടി ഹിസ്ബുള്ള പാർലമെന്ററി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഹിസ്ബുള്ള സീറ്റുകൾ വർദ്ധിപ്പിച്ചു. 2005 മുതൽ അവർ സർക്കാരുകളുടെ ഭാഗമാണ്. 2022-ലെ തെരഞ്ഞെടുപ്പിൽ ഹിസ്ബുള്ളയ്ക്കും സഖ്യകക്ഷികൾക്കും 40 സീറ്റുകളാണ് ലഭിച്ചത്. സഹസ്ഥാപകനും മുൻ നേതാവുമായ അബ്ബാസ് അൽ മുസാവിയെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിനു ശേഷം 1992-ൽ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ ഹസൻ നസ്രള്ളയാണ് ഹിസ്ബുള്ളയെ നയിക്കുന്നത്. 7 അംഗ ശൂര കൗൺസിലിന്റെയും രാഷ്ട്രീയ അസംബ്ലി, ജിഹാദ് അസംബ്ലി, പാർലമെന്ററി അസംബ്ലി, എക്സിക്യൂട്ടീവ് അസംബ്ലി, ജുഡീഷ്യൽ അസംബ്ലി എന്നിങ്ങനെ 5 ഉപ കൗൺസിലുകളുടെയും മേൽനോട്ടം വഹിക്കുന്നത് നസ്രള്ളയാണ്. ലോകമെമ്പാടുമുള്ള 10,000-കണക്കിന് ഹിസ്ബുള്ള അംഗങ്ങളും അവരെ പിന്തുണയ്ക്കുന്നവരും ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. ബെയ്റൂട്ടിന്റെ ചില ഭാഗങ്ങൾ, തെക്കൻ ലെബനൻ, കിഴക്കൻ ബെക്ക താഴ്വര പ്രദേശം എന്നിവയുൾപ്പെടെ ലെബനനിലെ ഷിയ ഭൂരിപക്ഷ പ്രദേശങ്ങളാണ് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രം. ലെബനനിലാണ് രൂപം കൊണ്ടതെങ്കിലും അതിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ ലക്ഷ്യം വെച്ചുള്ളവ ആഭ്യന്തര അതിർത്തികളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. അമേരിക്കയ്ക്ക് പുറമെ ഇസ്രയേലിനെതിരെയും അവർ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. ആഫ്രിക്ക, അമേരിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലെ ഹിസ്ബുള്ള പ്രവർത്തനങ്ങളുടെ തെളിവുകളുണ്ട്. ഇറാനാണ് ഹിസ്ബുള്ളയ്ക്ക് പരിശീലനവും ആയുധങ്ങളും സാമ്പത്തിക സഹായവും നൽകുന്നത്. ഒപ്പം സിറിയയിലെ ബഷർ അൽ അസദ് ഭരണകൂടത്തിൽ നിന്നും അവർക്ക് സഹായം ലഭിക്കുന്നു. ഹിസ്ബുള്ളയുടെ പ്രധാന പ്രഖ്യാപിത ശത്രുവാണ് ഇസ്രയേൽ. തെക്കൻ ലെബനനിൽ ഇസ്രയേൽ അധിനിവേശം നടത്തിയ കാലം മുതൽ തുടങ്ങുന്നതാണ് ഈ ശത്രുത. വിദേശത്തുള്ള ഇസ്രയേലികളെയും ജൂതന്മാരെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്ക് പിന്നിൽ ഹിസ്ബുള്ളയാണെന്നത് ഏറെക്കാലമായുള്ള ആരോപണമാണ്. ലെബനൻ ആഭ്യന്തര യുദ്ധം അവസാനിച്ചതിന് പിന്നാലെ 1993 ജൂലൈയിൽ ഓപ്പറേഷൻ അക്കൗണ്ടബിലിറ്റി എന്ന പേരിൽ ഇസ്രയേൽ ലെബനനെ ആക്രമിച്ചു. ആക്രമണത്തിൽ 118 ലെബനീസ് പൗരന്മാർ കൊല്ലപ്പെടുകയും 500 പേർക്ക് പരിക്കേൽക്കുകയും വലിയ തോതിൽ കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. പിറ്റേ വർഷം അർജന്റീനയിലെ ഒരു ജൂത കമ്മ്യൂണിറ്റി സെന്ററിന് നേരെ
കാർ ബോംബ് സ്ഫോടനമുണ്ടായി. 85 പേരാണ് അതിൽ കൊല്ലപ്പെട്ടത്. അതേ വർഷം ലണ്ടനിലെ ഇസ്രയേൽ എംബസിക്ക് നേരെ ബോംബാക്രമണവും ഉണ്ടായി. ഇരു ആക്രമണങ്ങളിലും ഹിസ്ബുള്ളയെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. 2000-ൽ തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രയേൽ ഔദ്യോഗികമായി പിന്മാറിയതിനു ശേഷവും ഹിസ്ബുള്ളയുമായി ഏറ്റുമുട്ടൽ തുടർന്നു, പ്രത്യേകിച്ച് തർക്കമുള്ള ഷെബാഫാം അതിർത്തി മേഖലയിൽ. ഹിസ്ബുള്ളയും ഇസ്രയേലി സേനയും തമ്മിലുള്ള സംഘർഷങ്ങൾ 2006-ൽ യുദ്ധമായി വളർന്നു. 34 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഏകദേശം 1200 ലെബനീസ് ആളുകൾ മരിക്കുകയും 4400 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രയേൽ 158 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അവരിൽ ഭൂരിഭാഗവും സൈനികരാണ്. 2009-ലെ മാനിഫെസ്റ്റോയിൽ ഇസ്രയേൽ ഭരണകൂടത്തിന്റെ നാശമാണ് ലക്ഷ്യമെന്ന് ഹിസ്ബുള്ള ആവർത്തിച്ചു. 2018 ഡിസംബറിൽ കണ്ടെത്തിയ ലെബനനിൽ നിന്ന് വടക്കൻ ഇസ്രയേലിലേക്ക് നീളുന്ന ടണലുകൾക്ക് പിന്നിൽ ഹിസ്ബുള്ളയാണെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു. അടുത്ത വർഷം ഹിസ്ബുള്ള ഇസ്രയേൽ സൈനിക താവളത്തെ ആക്രമിച്ചു. 2021 ഓഗസ്റ്റിൽ ലെബനനിലെ ഇസ്രയേലി വ്യോമാക്രമണത്തിന് മറുപടിയായി ഹിസ്ബുള്ള 1 ഡസനിലധികം റോക്കറ്റുകൾ തൊടുത്തുവിട്ടു. 2006-ലെ ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് ശേഷം ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ട റോക്കറ്റുകളുടെ ഉത്തരവാദിത്വം സംഘം ഏറ്റെടുക്കുന്നത് ആദ്യമായിരുന്നു. അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഹിസ്ബുള്ള ഇസ്രയേലിനെ ആക്രമിച്ചത്. ഇത് ഇറാൻ നൽകിയതാണെന്നായിരുന്നു ആരോപണം. 2023-ൽ ഗാസ മുനമ്പിൽ ഹമാസ് ഇസ്രയേൽ യുദ്ധത്തിന് പിന്നാലെ ഹിസ്ബുള്ള ഇസ്രയേൽ ലെബനൻ അതിർത്തിയിൽ റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി. പിന്നാലെ ഇസ്രയേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലുകൾ കൂടുതൽ വഷളായി. ഇതോടെ തിരിച്ചടിക്കുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് ലെബനനിൽ അപ്രതീക്ഷിത സ്ഫോടന പരമ്പരയുണ്ടായത്. 2 ദിവസങ്ങളിലുണ്ടായ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങളിൽ ലെബനനിൽ 37 പേരാണ് കൊല്ലപ്പെട്ടത്. സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനനിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം നടത്തി. തെക്കൻ ലെബനനിലെ ചിഹിനെ, തൈബെ, ബിൽദ, മെയ്സ്, ഖിയാം എന്നിവിടങ്ങളിലെ ഹിസ്ബുള്ള താവളങ്ങളിലാണ് ഇസ്രയേൽ ബോംബിട്ടത്. 2006-നു ശേഷം ലെബനനിൽ ഇസ്രയേൽ നടത്തിയ മാരക ആക്രമണമാണിത്. ഇതോടെ വടക്കൻ ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള മിസൈൽ വർഷം നടത്തി. 3 ഘട്ടങ്ങളിലായി 140 കത്യുഷ റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത്. പിന്നാലെ ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിനു സമീപം വ്യോമാക്രമണം നടത്തി ഹിസ്ബുള്ളയുടെ റദ്വാൻ സേനയുടെ തലവൻ ഇബ്രാഹിം അക്വിലിനെയും 10 കമാൻഡർമാരെയും ഇസ്രയേൽ സൈന്യം വധിച്ചു. ഇതോടെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരു